ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആദരണീയരായ കർത്തൃദാസന്മാർ, കർത്താവിൻ്റെ വിലയേറിയദാസൻ പാസ്റ്റർ ജിജി അവരുകൾ, തൻ്റെ പ്രിയ കുടുംബം, തന്നോടൊപ്പം ദൈവസഭയുടെ ശുശ്രൂഷയ്ക്ക് ഒപ്പം നിന്ന് ശുശ്രൂഷ നിർവഹിക്കുന്ന ആദരണീയനായ പ്രിയ കർത്താവിൻ്റെ വിലയേറിയദാസൻ, വിശേഷാൽ കഴിഞ്ഞ പകലും ഈ രാത്രി ഒരുമിച്ച് ആരാധിപ്പാൻ ഇടയായ കർത്താവിൽ ഞാൻ സ്നേഹിക്കുന്ന പാസ്റ്റർ മധു സാർ അവർകൾ, തൻ്റെ കുടുംബം, എല്ലാവർക്കും കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിനും ധന്യനായ യേശുക്രിസ്തുവിൻ്റെ വിനീതമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ പകലും ഇന്ന് രാത്രിയുമായി നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന ദൈവവചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് അവസരം നൽകിയ, എന്നെ ക്ഷണിച്ച ആദരണീയ കർത്തൃദാസനോടും സഭയോടുമുള്ള എൻ്റെ അകമഴിഞ്ഞ സ്നേഹവും നന്ദിയും ഈ തരുണത്തിൽ ഓർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയ സഹോദരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ പാടി ആരാധിപ്പാൻ, ഒപ്പം ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നൽകുന്ന നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ പകലിൽ നിങ്ങളുടെ നടുവിൽ കടന്നു വന്ന ദൈവം നൽകിയ പ്രാപ്തിക്കൊത്തവണ്ണം തിരുവെഴുത്തിൽ നിന്ന് സംസാരിപ്പാൻ ദൈവം കൃപ നൽകി. അത്യുന്നതനായ ദൈവം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അത്യുന്നതനായ ദൈവത്താൽ നമുക്ക് ലഭിക്കുന്ന നന്മകൾ, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അവകാശങ്ങൾ എന്ത് എന്നൊക്കെ ആശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് ശ്രവിപ്പാനിടയായല്ലോ. ഇന്ന് രാത്രി മറ്റൊരു ദൂത പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൈമാറുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവപാദപിടത്തിൽ നാം ആയിരിക്കണം. ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരാത്മയുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ നിലയിൽ തന്നെ വില കൊടുത്ത് കാണണം. കാരണം സാത്താൻ ഏറ്റവും എതിർക്കുന്ന സാത്താൻ്റെ മണ്ഡലത്തിന് തീ പിടിക്കുന്ന, അവൻ്റെ മേഖലയ്ക്ക് കുലുക്കം സംഭവിക്കുന്ന ദൈവജനത്തിൻ്റെ ഇടയിലുള്ളൊരു കൂട്ടായ്മയാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രൈസ് ഗാഡ്. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ ദൈവജനം ഈ ദിവസങ്ങളിൽ ശക്തമായി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ നിങ്ങളോടുള്ള സ്നേഹനിമിത്തം ഞാൻ ആത്മാർത്ഥതയോടെ ഓർപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മെ ഇന്ന് പകൽക്കാലം അധികമായി സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടാൻ തികച്ചും പ്രാർത്ഥന അന്തരീക്ഷത്തിൽ നാം ആയിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ രാത്രിയിലെ വിചിന്തനത്തിൻ്റെ ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം. യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ ദൈവസ്ഥലടയ്ക്കാം. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും അതരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ പകൽ കണ്ട എത്രയോ പേര് ഈ സന്ധ്യാവേളയിൽ ആമേൻ കാണാതെ ആമേൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നിരവധി പേർ വെന്റിലേറ്ററിലായിരിക്കുന്നു, അനവധി പേർ ICUലായിരിക്കുന്നു. ആയിരങ്ങൾ ആമേൻ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വാർഡുകൾ വീടുകളിൽ ആയിരിക്കുന്നു. ഇങ്ങനെ നമ്മുടെ സമസിസ്റ്റങ്ങളായ അനേകർ കഷ്ടതയിൽ കഴിയുമ്പോൾ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സമാധാനത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ,
സർവകൃപാലുവായ ദൈവം നമ്മോട് കൃപ ചെയ്തതോർത്ത് അല്പസമയം സ്തോത്രം ചെയ്യാം. അതരങ്ങളെ തുറന്ന് അല്പസമയം സ്തോത്രത്തിൽ ജാഗരിക്കാം. ആരും തന്നെ മൗനമായിരിക്കാതെ വായികളെ തുറന്ന് സ്തോത്രത്തോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കാം. റമനഘടകധര രാംധനാജന ധിലാസിയ റമൽ പ്രവനഘടക. ദൈവത്തിൻ്റെ കൃപാ കടാശം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ ഇന്ന് പകൽ നമ്മുടെ മേൽ, ഇന്ന് രാത്രി നമ്മുടെ മേൽ പകരപ്പെടാനായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഹോ റാംധനി മനസ്സേ റാംധാനിയ റമസി ഉഡാരബലബന ശലബലബന ഹടഗദരഗസിയ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല ഈ രാത്രിക്കായി സ്തോത്രം. തിരുമേനി, ഞങ്ങളിവിടെ തപ്പാതെ വിടത്തിൽ കടന്നു വരുന്നു. അവിടെ നിന്ന് ഞങ്ങളോടൊന്ന് രാത്രി മനസ്സലിയണം. അങ്ങയുടെ തേജസ്സിൻ്റെ കരം ഞങ്ങളുടെ മേൽ നീട്ടണം. തിരുമുഖത്ത് ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണം. അവിടുത്തെ വചനം കേട്ടുന്ന രാത്രി ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ ചെയ്യണം. തിരുവെഴുത്തിൽ നിന്ന് സംസാരിക്കേണ്ടവന് എളിയവനും ക്രൂശിൻ്റെ മറവിൽ മറയുന്നു. അതരത്തിൽ കൃപ പൊഴിയും സഹായിക്കും. പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കരങ്ങളെ ഉയർത്തി 3 പ്രാവശ്യം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ധകാരമാമീ ലോകയാത്രയിൽ, അന്ധകാരമാമീ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. അന്ധകാരമായി ലോകയാത്രയിൽ, അന്ധകാരമായി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. നല്ല ദേവാനേ, ഞങ്ങൾ എല്ലാവരെയോ, നല്ല ദേവാനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ. പച്ചാമേച്ചിലിൽ ഞങ്ങൾ മെഞ്ഞിടുവാനായി, പച്ചാമേച്ചിലിൽ ഞങ്ങൾ മെഞ്ഞിടുവാനായി മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. മെച്ചമായ ആഹാരത്തെ നീ നൽകിടേണമേ. നല്ല ദേവാനേ, ഞങ്ങൾ എല്ലാവരെയോ, നല്ല ദേവാനേ, ഞങ്ങൾ എല്ലാവരെയും നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്റെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ. അന്ധകാരമായി ലോകയാത്രയിൽ, അന്ധകാരമായി ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ഓ അന്ധകാരമായി
ലോകയാത്രയിൽ അന്ധകാരമായി ലോകയാത്രയിൽ എന്തുവായിരുന്നു വഴി കാട്ടിടണമേ എന്തുവായിരുന്നു വഴി കാട്ടിടണമേ എന്തുവായിരുന്നു വഴി കാട്ടിടണമേ. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായി തിരുവെഴുത്തുകളിൽ നിന്ന് ഇന്ന് രാത്രി ധ്യാനിച്ച് ആത്മാവിൽ ബലപ്പെട്ട് മടങ്ങിപ്പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. നാം ഇവിടെ വായിച്ച വേദഭാഗം പഴയ നിയമ കാലഘട്ടത്തിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ശക്തനായൊരു പ്രവാചകനായിരുന്നു യെശയ്യാ പ്രവാചകൻ. അദ്ദേഹത്തിൻ്റെ അധരത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവമായ ജനമായ ഇസ്രായേലിനോട് യഹോവയായ ദൈവം അരുളി ചെയ്ത ഒരരുളപ്പാടാണ് നാം ഇവിടെ വായിച്ചത്. യെശയ്യാ പ്രവാചകൻ്റെ അധരത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ജനത്തോട് പറഞ്ഞ ദൂത, യഹോവയുടെ മഹത്വം വെളിപ്പെടും, സകല ജഡവും ഒരുപോലെ അതിനെ കാണും, യഹോവയുടെ വായല്ലോ. ആമേൻ. ഈ രാത്രിയിൽ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് കൈമാറുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയിൽ യഹോവയുടെ മഹത്വം വെളിപ്പെടും. സർവശക്തനായ യഹോവയുടെ മഹത്വം വെളിപ്പെടും. അത്യുന്നതനായ യഹോവയുടെ മഹത്വം വെളിപ്പെടും. ദൈവജനം അത് കാണാൻ പോകുകയാണ്. ദൈവജനം അത് അനുഭവിക്കും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. ഇന്ന് രാത്രിയിലെ പ്രമേയമെന്ന് പറയുന്നത്, പ്രസംഗ വിഷയമെന്ന് പറയുന്നത് യഹോവയുടെ മഹത്വം. കരമുയർത്തി എല്ലാവരും ഒന്ന് പറഞ്ഞേ. സഹോദരിമാർ മാത്രം ഒന്ന് പറഞ്ഞേ. സഹോദരന്മാർ മാത്രം, ദൈവദാസന്മാർ ഒന്നിച്ചൊന്ന് പറഞ്ഞേ. സഭ ഒരുമിച്ചൊന്ന് പറയാം. ആമേൻ. ശ്രേഷ്ഠകരമായൊരു വിഷയമാണ് യഹോവയുടെ മഹത്വം. ഒരിക്കൽ പ്രവാചകൻ യെശയ്യാവ് കണ്ടൊരു ആരാധനയുണ്ട്. ആ ആരാധന സറാഫുകൾ ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയാ. അവർ ആരാധിക്കുന്ന വിധം 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട് ഒരുവനോട് പറഞ്ഞാരാധിക്കുന്ന പദം സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന ആർത്ത് ദൈവത്തെ സ്തുതിച്ചു. അടുത്ത വായിക്കുന്നത് ഇങ്ങനെയാണ്: ആമേൻ, സർവഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ, അവൻ്റെ മഹത്വം സർവഭൂമിയും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ആരാധന ദർശനത്തിൽ കണ്ട യെശയ്യാ പ്രവാചകൻ ആരാധനയുടെ നടുവിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്നവന്റെ പരിശുദ്ധിയെ കണ്ടപ്പോൾ അവൻ ദൈവസന്നിധിയിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവൻ എന്ന് പറഞ്ഞ് ദൈവസന്നിധി നിലവിളിച്ച വിശുദ്ധി പ്രാപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുകയാണ്.
ഇന്ന് രാത്രിയും ആ മഹത്വവാനായ ദൈവം തൻ്റെ മഹത്വത്തോടു കൂടെ ഈ രാത്രി നമ്മുടെ നടുവിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവത്തിന്റെ ജനം അതരങ്ങൾ തുറന്ന് കരങ്ങൾ അടിച്ചുകൊണ്ട് അല്പസമയം ദൈവത്തിന് ഈ രാത്രി സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാം. ഹല്ലേലൂയ. അവന്റെ മഹത്വം, അവന്റെ തേജസ് ഈ ആലയത്തിനകത്ത് നമ്മെ സ്പർശിച്ചുകൊണ്ട് ഇന്ന് രാത്രി ഇരിക്കുന്നത് അനുഭവിക്കുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യാം. ആരാധിക്കുന്ന ജനത്തിന് അവന്റെ മഹത്വം സൗഖ്യമാകും. രോഗിയുടെ മേലത് സൗഖ്യമാകും. ബന്ധനസ്ഥവരുടെ മേൽ അത് വിടുതലായി മാറും. വഴിയടഞ്ഞു വന്നവരുടെ മേൽ വഴികൾ തുറക്കപ്പെടും. വേദനയുടെ മേൽ വന്നവരുടെ മേൽ അത് ആശ്വാസമാകും. തകർന്നവർക്ക് ആ മഹത്വം പണിയുന്നതായി മാറും. ഇന്ന് രാത്രി അത് അനുഭവിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാ. ഹോറാന്തന രജലഘടകദനയ ഉദരമനഘടകയ തിരക ജഗതനഘടകസിയ അർത്ഥന രഹസ്യാനക. ദൈവമഹത്വം ഈ രാത്രി അവൻ തന്റെ ജനത്തിന് വെളിപ്പെടാൻ പോകുകയാ. ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ രാത്രി അവന്റെ മഹത്വം നമ്മെ തൊടട്ടെ. ഏതോ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു വിടുതലിന്ന് രാത്രി ഞാൻ പറയട്ടെ, അടുത്ത പ്രഭാതത്തിന് മുൻപ് ഈ രാത്രി തന്നെ അവന്റെ മഹത്വം ചിലരുടെ വിഷയത്തെ സ്പർശിക്കാൻ പോകുകയാ. ഓ റമശിയാനക, ഈ രാത്രി തന്നെ, ഇപ്പോൾ തന്നെ അവന്റെ മഹത്വം ചിലരെ സ്പർശിക്കട്ടെ. നമ്മെ തൊടുന്ന ദൈവമഹത്വം, നമ്മുടെ വിഷയത്തെ തൊടുന്ന ദൈവമഹത്വം. ഹല്ലേലൂയ. രോഗിയെ തൊട്ട് സൗഖ്യമാക്കുന്ന ദൈവമഹത്വം, ബന്ധനത്തെ തൊട്ട് അഴിച്ചു മാറ്റുന്ന ദൈവമഹത്വം. പുതുഭാഷ അതരത്തിൽ നിറയട്ടെ. ഓ പുതുഭാഷകൾ അതരത്തിൽ നിറയട്ടെ. അടഗത ഘടകത രിഗജഗത നഗടക ദുരിവനഗതന തുടിവിധി വിധിഗമനഗതര. ഓ ജീവാനഗസ്യാന. കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ചില ദൈവദാസിമാരുടെ വിഷയത്തിന്റെ മേല, ഓ വേദനയോടെ പ്രാർത്ഥിക്കുന്ന അഭിഷക്തന്മാരുടെ വിഷയത്തിന്റെ മേല ഇപ്പോൾ തന്നെ ഈ രാത്രി തന്നെ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി വരികയാ. ആത്മാവിൽ കാണട്ടെ അന്ധകാര ശക്തികൾ തകരപ്പെടുന്നത്, പൈശാചിക മണ്ഡലങ്ങൾ പരാജയപ്പെടുന്നത്, അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത് ഇന്ന് രാത്രി തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കൃപ പ്രാപിച്ചവരാരും അടങ്ങിയിരിക്കരുത്. ആത്മശക്തിയുടെ സാന്നിധ്യം സ്പർശിക്കുന്നവരാരും മൗനമായിരിക്കരുത്. അതരങ്ങളെ വിട്ടുകൊടുക്ക, കരങ്ങളെ വിട്ടുകൊടുക്ക, ശരീരത്തെ വിട്ടുകൊടുക്ക. നിന്റെ മേൽ ഒഴുകിയിറങ്ങുന്ന ദൈവത്തിന്റെ മഹത്വം, നിന്റെ മേൽ തുളുമ്പി നിറയുന്ന ദൈവത്തിന്റെ മഹത്വം. ഓ റാബാനാദാബാന ഹന്തര ജനാദര ഉദാരജ നഗതുനി രദന്തര അർത്ഥന ജഗനഗടഗദുരിഗദൽ പ്രമാനയ റീമ സമാനഗൽകര ഓ രാമ ശൂനിയ റത്തൽ മനാസി. ഈ രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാ പറയുന്നു, യഹോവയുടെ മഹത്വം, യഹോവയുടെ മഹത്വം, യഹോവയുടെ മഹത്വം. ചാർജായി വരണമെങ്കിൽ ഉപവാസം ഒരാഴ്ച ഒരു 10 ദിവസമൊക്കെ എന്ത് ചെയ്യണം? നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ചിന്തയുണ്ട്. ഈ കത്തൽ നടക്കുന്നത് എപ്പോഴാ? അവസാന ദിവസങ്ങളിൽ. അവസാന ദിവസങ്ങളിൽ കത്തിയതൊക്കെ എന്താകുമെന്നാവാ നമുക്ക് കാണുന്നത്.
എന്താകും? അതുകൊണ്ട് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്കണം, യഹോവയുടെ മഹത്വം നല്ല ആരോഗ്യത്തോടെ സ്തോത്രം ചെയ്യണം. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഓർപ്പിച്ചൊരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, നമ്മുടെ സമശിഷ്ടങ്ങളായവർ വെന്റിലേറ്ററില്ല അല്ലേ? പലരും ICUവില. ഈ ICUവിലൊക്കെ അതിനകത്തുള്ള പൈശാചിക മണ്ഡലത്തെ ഞാൻ ഈ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവൾ പെട്ടെന്ന് കഴിഞ്ഞ മാർച്ച് 31-ാം തീയതി വൈകിട്ടൊരു 4 മണിയായപ്പോൾ അവൾക്കൊരു അറ്റാക്ക് സംഭവിച്ചു. ഈ ദൈവം നമ്മെ അറിയിക്കാതെ ഒന്നും എന്ത് ചെയ്യത്തില്ല. ഞാനതൊരു കാര്യം പറയാം. ഞാൻ ബെഡ്റൂമിനകത്ത് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ പുള്ളിക്കാരത്തി ജോലിയൊക്കെ കഴിഞ്ഞ് ഹാളിൽ തന്നെ ഒന്ന് അവിടെ കിടന്നു. ക്ഷീണം വന്നതുകൊണ്ട് അവിടെ കിടന്നു. ഞാനിതറിയുന്നില്ല. ഞാൻ ബെഡ്റൂമിനകത്ത് കിടന്നുറങ്ങുമ്പോൾ നല്ല ഉറക്കമാണ്. ഞാനൊരു സ്വപ്നം കാണുന്നു. ഒരു പുത്തൻ ചുരിദാർ, ഒരു പുതിയ ചുരിദാർ ധരിച്ചുകൊണ്ട് ഒരു യാത്രയ്ക്ക് വേണ്ടി അവൾ ഇറങ്ങാൻ ഒരുങ്ങുന്നു. എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു. ഭയങ്കര തേജസ്സിൻ്റെ മുഖം, ഭയങ്കര പ്രകാശിക്കുന്നൊരു മുഖം ഞാൻ അവളിൽ കണ്ടു. പെട്ടെന്ന് ഈ സ്വപ്നം കണ്ടു. യാത്ര പറഞ്ഞ് ഇറങ്ങുകയാ, ഒരു പുതിയ ചുരിദാർ ധരിച്ചുകൊണ്ട്. ഞാൻ പെട്ടെന്ന് ഞെട്ടി ഉണർന്ന് ചാടി എഴുന്നേറ്റു. എനിക്ക് ആ സ്വപ്നം അത്ര നല്ല സ്വപ്നമായിട്ട് എന്ത് ചെയ്തില്ല, തോന്നിയില്ല. പെട്ടെന്ന് ചാടി ഞാൻ എഴുന്നേറ്റു. അതേ ഹാളിലോട്ട് വരുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് വിയർത്ത് കുളിച്ചെൻ്റെ മുൻപിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഓടി വരുന്നു. അച്ഛാ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് സഹിക്കാൻ കഴിയാത്ത നെഞ്ചുവേദന. ഞാൻ തലയിൽ കൈവയ്ക്കുമ്പോൾ വെള്ളം കോരി തലയ്ക്കുമീതെ ഒഴിച്ച് കുളിച്ച് നിൽക്കുന്നത് പോലെ വിയർത്ത് കുളിച്ച് നിൽക്കുന്നു. പ്രാർത്ഥിച്ചു, ശാസിച്ചു. പെട്ടെന്ന് മംഗലപുരത്തായിരുന്നു. അവിടെ നിന്ന് ബസ് കയറി ട്രിവാൻഡ്രത്ത് വന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് ECG എടുത്ത് ബ്ലഡ് പരിശോധിച്ചപ്പോൾ വലിയൊരു അറ്റാക്കാണ്. 4-5 ദിവസം ICUവിൽ കിടന്നു. ആൻജിയോഗ്രാം ചെയ്തു. 3 ബ്ലോക്കായിരുന്നു. അതൊക്കെ മാറ്റി സ്റ്റെൻഡ് ഇട്ടു. ഇപ്പോൾ ഭവനത്തിൽ റെസ്റ്റ് എടുക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാത്രി പറയട്ടെ, ഞാൻ ഈ ഇടയ്ക്ക് അവൾ ICUവിൽ കിടക്കുമ്പോൾ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ ഒന്ന് കയറി കാണാൻ എനിക്കൊരു അവസരം ലഭിച്ചു. എനിക്കൊരു ക്ഷീണവുമില്ലാത്ത വ്യക്തിയായിരുന്നു. ഞാൻ അകത്തേക്ക് ചെന്ന് അവളുടെ അടുക്കൽ 5 മിനിറ്റ് നിന്നു, സംസാരിച്ചു. പ്രാർത്ഥിച്ചിറങ്ങാൻ നേരം എൻ്റെ ഹാർട്ട് വല്ലാത്ത അവസ്ഥയിലേക്കായി. എൻ്റെ ശരീരം മുഴുവനും ഐസ് പോലെ തണുത്തു. എൻ്റെ കണ്ണുകൾ വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. എനിക്കൊരു നിമിഷം ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല. വൈഫിനോട് പറയാൻ പറ്റുമോ, എനിക്ക് വയ്യ എന്ന് പറയാൻ പറ്റുമോ? അവൾ ICUവിൽ കിടക്കുക, എൻ്റെ മുഖത്ത് നോക്കി നിൽക്കുക, ഇരിക്കുക. പെട്ടെന്ന് തൊട്ടടുത്തിരിക്കുന്ന രോഗിയുടെ അടുക്കൽ ICUവിലെ നേഴ്സ് വന്നു. അവർക്ക് വേണ്ടി എന്തോ ആവശ്യത്തിന് വേണ്ട വന്നപ്പോൾ ഞാൻ തിരിഞ്ഞ് അവരോട് ചോദിച്ചു, ഞാൻ ഈ നിലത്തൊന്ന് ഇരിക്കട്ടെ, ഞാൻ ഈ നിലത്തൊന്ന് ഇരിക്കട്ടോ എന്ന് ചോദിച്ചു. നേഴ്സും അത് കേട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ടവൾ അത് കേട്ടു. അവൾ പെട്ടെന്ന് എന്നോട് ചോദിച്ചു, എന്ത് പറ്റി, എന്താ അച്ഛനെന്ത് പറ്റി? ഞാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ തോളെ കൈപിടിച്ച് ഞാൻ ICUവിൽ നിന്ന് വെളിയിൽ വന്നു. വെളിയിൽ വന്ന ആ വാതിൽ ഞാനങ്ങ് തളർന്ന് കുഴഞ്ഞിരുന്നു. ഞാൻ മനസ്സിലാക്കിയത് അത്ര
ശക്തമായ പോരിൻ്റെ ശക്തിയാണ് അതിനകത്ത് വ്യാപരിക്കുന്നത്. ദൈവമക്കളെ, അനേകർ വെന്റിലേറ്ററിൽ, അനേകർ ICUവിൽ, അനേകർ ക്രിസ്റ്റിക്കൽ സ്റ്റേജിൽ, വാർഡിൽ, വീടിൽ ഒക്കെ എത്ര കൃപയാ ആരോഗ്യത്തോടെ വന്നിരിക്കുന്നത്. എത്ര ദൈവത്തിൻ്റെ ദയയാണ് ആരോഗ്യത്തോടെ വന്നിരിക്കുന്നത്. നാം കഴിച്ച ആഹാരത്തിൻ്റെ പ്രത്യേകതയല്ല, നാം സഞ്ചരിച്ച വാഹനത്തിൻ്റെ സുരക്ഷിതത്വമല്ല, നാം നമ്മെ തന്നെ സൂക്ഷിച്ചതല്ല, അവന് നമ്മോടുള്ള കൃപയാണെന്ന് തിരിച്ചറിയുന്ന ദൈവജനത്തിനാ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഇവിടെ ദൈവാത്മാവ് യെശയ്യാവിലൂടെ പറയുന്ന യഹോവയുടെ മഹത്വം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. സർവജനവും ഒരുപോലെ അത് ഇതിനകത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും കരമുയർത്തി പറ, എനിക്ക് വേണ്ടി വെളിപ്പെടുന്ന മഹത്വം ഞാൻ ഈ ദിവസങ്ങൾ കാണും. എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വെളിപ്പെടുന്ന, എന്റെ ഭാവിക്ക് വേണ്ടി വെളിപ്പെടുന്ന, എന്റെ തലമുറയ്ക്ക് വേണ്ടി വെളിപ്പെടുന്ന, എന്റെ കുടുംബത്തിന് വേണ്ടി വെളിപ്പെടുന്ന, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമഹത്വം ഞങ്ങൾ ഈ ദിവസങ്ങൾ കാണും. കമ്പിവാചകത്തിൽ ചില ചിന്തകൾ പറയുവാൻ ആഗ്രഹിക്കുന്നു. വെളിപ്പെടുന്ന മഹത്വം എവിടെയൊക്കെ? ഒന്ന്, ദൈവജനത്തിനു വേണ്ടി വെളിപ്പെടുന്ന മഹത്വം പറഞ്ഞാട്ട്. രണ്ട്, ദേശത്തിന്റെ മേൽ വെളിപ്പെടുന്ന മഹത്വം പറഞ്ഞേ. മൂന്ന്, കുടുംബങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുന്ന മഹത്വം പറഞ്ഞേ. നാലാമത്തെ പോയിന്റ്, വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുന്ന മഹത്വം. ജനത്തിന് വേണ്ടി, ദേശത്തിന്റെ മധ്യേ, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ ജീവിതങ്ങളിൽ, 4 മേഖലയിൽ ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ ദൈവമഹത്വം വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒന്നാമത്തെ മഹത്വം ഞാൻ പറഞ്ഞ മുൻപോട്ട് കടന്നു വരാം. ദൈവത്തിന്റെ ജനത്തിനു വേണ്ടി ശത്രുവിന്റെ മേൽ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ മഹത്വം. ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ടിറങ്ങി. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. 430 സംവത്സരം കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം മോശ മുഖാന്തരം നിവർത്തിച്ചു. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് ദൈവം വിളിച്ച് പുറത്തു കൊണ്ടുവരികയാ. ഇസ്രായേൽ ജനം മിസ്രയീം വിട്ടു, എന്നാൽ മിസ്രയീം ശക്തി ഇസ്രായേലിനെ എന്ത് ചെയ്തു? പിന്തുടരുകയായിരുന്നു. ഇന്ന് രാത്രി ദൈവകൃപയിലേക്ക് കടന്നു വന്ന ദൈവജനത്തെ പിന്തുടരുന്ന ചില ഇരുളിന്റെ വ്യാപാര മണ്ഡലങ്ങളെ ദൈവത്തിന്റെ മഹത്വം ഇന്ന് രാത്രി വെട്ടാൻ പോകുകയാണ്. രക്തം ജയമെടുക്കുകയാണ്. ജനത്തെ പിന്തുടരുന്ന ചില പൈശാചിക വ്യാപാരങ്ങൾ പൂർവകാലത്തിലെ തലമുറയോട്, മുൻകാല തലമുറയോട്, പിതാക്കന്മാരോട് പോരാടിയ ചില ഇരുട്ടിന്റെ വ്യാപാര ശക്തികൾ അടുത്ത ജനറേഷന്റെ നേരെ ദൃഷ്ടി വയ്ക്കുമ്പോൾ അതിനെ ആർത്തിടുന്ന ദൈവത്തിന്റെ ശക്തി ഈ രാത്രി വെളിപ്പെടുന്നത് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ മിസ്രയീം വിട്ടു. പക്ഷെ മിസ്രയീമ്യ ശക്തി അവരെന്ത് ചെയ്യുകയാ? പിന്തുടരുകയാ. അത് വിവിധ നിലയിലാകാം. ഈ പട്ടണത്തിൽ, തിരുവനന്തപുരം പട്ടണത്തിൽ
ഒരു ദൈവദാസന്റെ വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാൻ വിളിച്ചത് ഞാൻ ഓർക്കുന്നു. ആദ്യമായിട്ടാണ് ആ ഭവനത്തിൽ ചെല്ലുന്നത്. 10-15 മിനിറ്റ് ദൈവവചനം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടുത്തെ കുഞ്ഞിനോട് ദൈവാത്മാവ് പ്രവചിക്കാനിടയായി. 3 മക്കളാണ്. ഏറ്റവും ഇളയ പെൺകുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് ദൈവാത്മാവ് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. കുഞ്ഞേ, നീ ജനിച്ച നിന്റെ കുടുംബത്തിൽ മുൻതലമുറയായ വ്യക്തിയിൽ നിന്റെ വലിയമ്മച്ചിയുടെ മേൽ, ശേഷം നിന്റെ മാതാവിൻ്റെ മേൽ, മൂന്നാമത് നിന്റെ മേൽ ദൃഷ്ടി വയ്ക്കത്തക്കവണ്ണം പിന്തുടരുന്നൊരു രോഗബന്ധനത്തെ ദൈവാത്മാവ് ഇന്ന് പകൽ അഴിക്കുമെന്ന് പറഞ്ഞു. ഈ ദൂത് പറഞ്ഞ അനന്തരം ഞാൻ ആ ദൈവദാസനോട് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, ഈ കുഞ്ഞിന് എന്തെങ്കിലും ശാരീരിക ക്ലേശമുണ്ടോ? അപ്പോൾ കണ്ണുനീരോടെ ആ ദൈവദാസൻ പറഞ്ഞ വാക്കാണ്, അവളുടെ വലിയമ്മയ്ക്ക് ക്യാൻസറായിരുന്നു, അവളുടെ മാതാവിന് അസുഖമായിരുന്നു. ആമേൻ. ഇപ്പോൾ അവൾക്കും ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ സംശയത്തിൽ ഞങ്ങൾ ഇരിക്കുന്നു. ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഇതൊരു പാരമ്പര്യ ശക്തിയാണ്, ഇതിനെ ദൈവം വെട്ടി മാറ്റും. ഇന്നവൾ ഈ പട്ടണത്തിൽ ആരോഗ്യത്തോടെ കർത്താവിനെ സേവിക്കുകയാണ്. ഈ രാത്രി ഞാൻ പറയാം, നമ്മുടെ കുടുംബങ്ങളിൽ ദൃഷ്ടി വെച്ച, മുൻതലമുറകളിൽ പോരാടിയ ആ വ്യാപാര ശക്തിയെ ഇന്ന് രാത്രി ദൈവാത്മാവ് വെട്ടട്ടെ. വെട്ടട്ടെ, വെട്ടട്ടെ. ഓ രാക്ഷലബ റസന ഖതലബ റിബാനബ ശേരിയം സന ഗ്ലോറി. ഓ റസബനബ മസിയ ബലഖതല ബദലഗഡഗൽ ചുഡല ബദലഗഡഗസിയ റിബനഗഡഗ മനഗഡഗദനയ ഹുദല മനഗഡഗദനഗസി. അന്ധകാര ശക്തികൾ അഴിയട്ടെ. രക്തം വഴി ഒഴുകി വരുന്ന ചില അന്ധകാര മണ്ഡലങ്ങളെ ഈ രാത്രി ദൈവാത്മാവ് അഴിച്ചു മാറ്റും. ഓ യെസ്, ജീസസ്. ഓ ഓ ഇവിടെ പെയ്തിറങ്ങുന്ന മഹത്വം, ഈ രാത്രി ഓരോരുത്തരുടെ മേൽ ഇറങ്ങി വരുന്ന മഹത്വം, ഓരോരുത്തരെ തൊടുന്ന ദൈവ മഹത്വം. ഓ ജീസസ്. പ്രിയരെ, മിസ്രൈം ദേശം ഇസ്രായേൽ എന്ത് ചെയ്തു? വിട്ടു. പക്ഷെ മിസ്രൈമ്യർ അവനെ പിന്തുടർന്നു. പിന്തുടരുമ്പോൾ അവൻ പറയുന്നൊരു വാക്കുണ്ട്, അതൊന്ന് നമുക്ക് നോക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാകും. ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. പറഞ്ഞു. അവൻ പറയുക, ഞാൻ പിന്തുടരും, പിടിക്കും, ഞാൻ പിടിക്കും. ഞാൻ പിന്തുടരും,
ഞാൻ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പിന്തുടർന്ന് പിടിക്കും, കൊള്ള പങ്കിടും. അടുത്തത്, എൻ്റെ ആശ അവരാൽ പൂർത്തിയാക്കും. ഞാൻ വാളൂരി അവരെ എന്ത് ചെയ്യും? നിഗ്രഹിക്കും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പിന്തുടരുന്നത് സാമ്പത്തിക തകർച്ച വരുത്തി ആയുസ്സിനെ നശിപ്പിക്കുവാൻ. രക്തം ജയം. ശ്രദ്ധിച്ചോളണം, ഭൗതിക മണ്ഡലങ്ങൾ തൊട്ട് അതിനെ തകർത്തിട്ട് ആയുസ്സിനെ ഉടച്ചു കളയുവാൻ, വെട്ടി മുറിച്ചു മാറ്റുവാൻ വാദിച്ചുകൊണ്ട് പിന്തുടരുന്ന ഒരു വ്യാപാര ശക്തി ഈ രാത്രി ദൈവ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തകരാൻ പോകുകയാണ്. ഹോ ജീസസ്, ജീസസ്. അടകതന് സാമ്പത്തിക തകർച്ച വരുത്തി പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്ന, പിന്തുടരുന്നൊരു പൈശാചിക വെല്ലുവിളി ചില കുടുംബങ്ങളെ വിട്ടു മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. തുടാരബലബ ശാന്തരബലബ റീബലബലബ ശൂഡരബലബ. അഴിയട്ടെ, അഴിയട്ടതാ, അഴിയട്ടെ. തുടയാ ഹർത്തസര തിരയാ ധനസി ബദല 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 ബദന ഉടല ഹദല കടഗമനഗധര. യേശുവിൻ നാമത്തിൽ ദൈവജനത്തിന്റെ നന്മയെ ദൃഷ്ടിവെക്കുന്ന, ദൈവജനത്തിന്റെ ആയുസ്സിനെ ദൃഷ്ടിവെക്കുന്ന പൈശാചിക വ്യാപാരങ്ങള് ഇന്ന് രാത്രി വെട്ടുകൊള്ളട്ടെ. ഹല്ലേലൂയ. ഇവിടെ പിന്തുടരുന്ന ശക്തി രണ്ട് കാര്യമാണ് ഇവിടെ വാദിക്കുന്നത്. ഒന്ന്, കൊള്ള പങ്കിടും, നന്മ അപകരിക്കുമെന്ന, നന്മ തകർക്കുമെന്ന. രണ്ട്, ആയുസ്സിനെ തകർക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ രണ്ടുവിധ പദ്ധതിയോടുകൂടെ വെല്ലുവിളിക്കുന്ന ഈ പിൻപറ്റുന്ന ശക്തിയെ നോക്കിക്കൊണ്ട് മോശയോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയാമോ? 14-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചു. ഇങ്ങനെ ഞാൻ ഫറവോനിലും അവന്റെ രഥങ്ങളിലും കുതിരപ്പടയിലും എന്നെ തന്നെ മഹത്വപ്പെടുത്തുമ്പോൾ ഞാൻ യഹോവയാകുന്നു എന്ന് മിസ്രൈമ്യർ അറിയും. മോശേ, നിന്നെയും ജനത്തെയും പിന്തുടരുന്ന ഈ ഫറവോനെ, അവന്റെ സകല സൈന്യത്തെ, അവന്റെ രഥങ്ങളെ, കുതിരപ്പടയിൽ ഞാൻ എന്നെ തന്നെ എന്ത് ചെയ്യും? എന്റെ മഹത്വത്തെ ഞാൻ വെളിപ്പെടുത്തും. അപ്പോൾ ഞാൻ യഹോവ എന്ന് അവരറിയും. നിന്നെ പിന്തുടരുന്ന ഏത് സൈന്യമായാലോ, ഏത് കുതിരപ്പടയായാലോ, ഏത് വ്യാപാര ശക്തിയായാലോ, അതിന്റെ മേൽ ദൈവത്തിന്റെ മഹത്വത്തെ നിനക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ഇറങ്ങുന്ന ഒരുവനെ ഇതിനകത്ത് തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൂട രാജഘാത രാജഗാനധാര ധൂര ഭേര 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 ജാന കർമ്മസാര ഹർമ്മധേനി യാന ജാന ധൂര യാദ. യെസ്, ഹല്ലേലൂയ. ഇവിടെ ദൈവ മഹത്വം ദൈവം വെളിപ്പെടുത്തി. ദൈവം മഹത്വം വെളിപ്പെടുത്തിയപ്പോൾ മോശ അടക്കമുള്ള സർവ്വജനവും കണ്ട ഒരു കാഴ്ച, അവിടെ ഒരു കാറ്റു വീശിയതാ അല്ലേ? അതിൻ്റെ 20-ാം വാക്യം ഒന്ന് വായിച്ചോ.
രാത്രി മുഴുവനും മിസ്രൈമ്യരുടെ സൈന്യവും ഇസ്രായേലരുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യേ വന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. മോശ കടലിന്മേൽ കൈനീട്ടി, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അവരുടെ ഇടത്തും വലത്തും വെള്ളം മതിലായി നിന്നു. മിസ്രൈമ്യർ പിന്തുടർന്നു. ഫറവോന്റെ കുതിരയും രഥങ്ങളും കുതിരപ്പടയും എല്ലാം അവരുടെ പിന്നാലെ കടലിന്റെ നടുവിലേക്ക് ചെന്നു. പ്രഭാതയാമത്തിൽ യഹോവ, ആ വാക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി. മിസ്രൈമ്യ സൈന്യത്തെ എന്ത് ചെയ്തു? നോക്കി. ഒന്ന് നോക്കി. ഈ നോക്കുന്നത് ആര് കണ്ടത്? ആരാ കണ്ടേ? യഹോവ മിസ്രൈമ്യ സൈന്യത്തെ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? നോക്കിയത് ആര് കണ്ടു? ആര് കണ്ടു? പ്രീസലോ. ആരാ ഈ പുസ്തകം എഴുതിയേ? ഉൽപ്പത്തി മുതൽ യെസ് അല്ലേ? ആരാ എഴുതിയേ? അങ്ങനെയെങ്കിൽ ഈ നോക്കിയത് ആരാ കണ്ടേ? മോശയ്ക്ക് തോന്നിയതാണോ എഴുതിയേ? യഹോവ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കുന്നത് മോശ കാണുകയാണ്. പ്രിയരെ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ ചിലത് കാണണം. ദൈവം ചെയ്യുന്നത് കാണാനുള്ള ആത്മീക കണ്ണ് നമുക്കുണ്ടായിരിക്കണം. അത് കാണുമ്പോഴാണ് അഭിഷക്തന്മാർ ഞാനൊരു വെളിപ്പാട് കാണുന്നു, ഞാനൊരു കാഴ്ച കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനത്തിന് ചില ദൂതുകൾ കൈമാറുന്നത്. ഹല്ലേലൂയ. ഇതാ മോശ ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുമ്പോൾ പാഞ്ഞെടുക്കുന്ന ഫറവോനെ കണ്ടു. അവൻ പറഞ്ഞു വരുന്നത് അവൻ കേട്ടു. എന്നാൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യരെ നോക്കുന്നത് മോശ കാണുകയാ. ഈ 15-ാം അധ്യായം 9-ാം വാക്യം വായിച്ച് നിർത്തുമ്പോൾ ഇങ്ങനെ ശത്രു നിഗ്രഹിക്കും, ഞാൻ എന്റെ വാൾ ഊരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കുമെന്ന് ശത്രു പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ നമ്മൾ ഈ ഹാളിനകത്തിരിക്കുമ്പോൾ അല്പം മാറി നിന്ന് ഒരാളൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാറില്ല? അത്ര കണ്ട് കേൾക്കാറില്ല. കേൾക്കുമോ? എന്നാൽ അങ്ങകലെ നിന്ന് പിന്നാലെ ശത്രു പറഞ്ഞുകൊണ്ട് വന്നത് ആര് കേട്ടുവോ? സോദരം, സാത്താൻ നിനക്കെതിരെ പറയുന്നത് കേൾക്കാനുള്ള ചെവി, ആത്മീക ചെവി നിനക്കുണ്ടായിരിക്കണം. അത് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനാണ് അതെന്ത് ചെയ്യുന്നത്? വെളിപ്പെടുന്നത്. സാത്താൻ നിനക്കെതിരെ പറയുന്ന പദ്ധതികളെ കേട്ട അവനെതിരെ പോരാടാനുള്ള ആത്മീക സാമച്ചെവി നമുക്കുണ്ടായിരിക്കണം. ഇവിടെ അവൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ശത്രു വാദിച്ചു പറഞ്ഞുകൊണ്ട് വരുന്നത്, അവൻ തമ്മിൽ പറഞ്ഞു വരുന്നത് ചെങ്കടലിന്റെ തീരത്ത് നിന്നുകൊണ്ട് ആത്മാവിൽ ആര് കേൾക്കുകയാ? മോശ കേൾക്കുകയാ.
ആ മോശയുടെ നാവ്, അധരം ദൈവത്തോട് നിലവിളിക്കുകയാ. നിങ്ങൾ ദൂത് കേട്ടോളണം, വളരെ ശ്രദ്ധിച്ചോളണം. ശത്രു പറഞ്ഞു വരുന്നത് മോശയുടെ ചെവിയിൽ എന്ത് ചെയ്യുന്നു? ആ മോശയുടെ ആദരം ദൈവത്തോട് എന്ത് ചെയ്യുന്നു? ആ ആദരം നിലവിളിച്ചപ്പോൾ മോശയുടെ കണ്ണ് അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നുകൊണ്ട് മിസ്രയീമ്യരെ നോക്കുന്നവനെ കാണുകയാ. നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യത്തിന്റെ ആഴം മനസ്സിലാകുന്നെന്ന് എനിക്കറിയില്ല. ശത്രുവിന്റെ താവളത്തിൽ പറയുന്നത് അവന്റെ ചെവി കേട്ടു. അപ്പോൾ അവന്റെ ആദരം ദൈവത്തോട് നിലവിളിച്ചു. ദൈവത്തോട് നിലവിളിച്ചവന്റെ കണ്ണ് അഗ്നിമേഘ സ്തംഭത്തിൽ നിൽക്കുന്നവനെ കാണുകയാ. ഓ റബ ശനഹ, സാത്താൻ നിനക്കെതിരെ പറയുന്നത് നിന്റെ ചെവിയിൽ മുഴങ്ങിയെങ്കിൽ നീ അതിന്റെ മുമ്പിൽ തളർന്നു പോകണ്ട. അവരം തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ. അവൻ നിൽക്കുന്ന പ്രവർത്തിക്കുന്നത്, അവൻ നിനക്ക് വേണ്ടി വെളിപ്പെടുന്നത് നിന്റെ കണ്ണാൽ കാണാൻ പോകുകയാ. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ശ്രദ്ധിച്ച്. ശത്രു പറഞ്ഞത് മോശയുടെ നിങ്ങൾ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തില്ല? കേട്ടില്ല. ഉറക്കെ പറയണം. PMG സഭയിലെ വിശ്വാസികളൊക്കെ നല്ല ശബ്ദമുള്ളവരാ, അല്ലേ? അല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോൾ. നിങ്ങൾ ആരാധിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഹൃദയത്തിൽ പ്രിയ സഹോദരങ്ങൾക്ക് പാടി ആരാധിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. ഇവിടെ പ്രാർത്ഥിക്കുന്ന നേരത്തും അവൻ ദൈവത്തിൻ്റെ പ്രത്യേക ശക്തി വ്യാപരിക്കുന്നത് ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി ചില വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ അവസരം നൽകിയപ്പോൾ ഒരു കുഞ്ഞ് ഇംഗ്ലീഷിൽ ഇവിടെ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ആ കുഞ്ഞിൻ്റെ പേരെന്താ? അനറ്റ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആത്മമണ്ഡലത്തിൽ ചില കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഓ ജീസസ്. കുഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ മണ്ഡലം ചില മേഖലയിൽ ഇറങ്ങുന്നത് ഞാൻ കാണുകയായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയാം, ശത്രു പറയുന്നത് കേൾക്കാൻ നമ്മുടെ ചെവിക്ക്. 2, അത് കേൾക്കുന്നവന്റെ അധരം ദൈവത്തെ മഹത്വപ്പെടുത്തണം. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവന്റെ കണ്ണ് യഹോവ ഇറങ്ങി നിൽക്കുന്നത് കാണും. യഹോവ ഇറങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ആ ഭക്തന്റെ കൈയുടെ മേൽ യഹോവയുടെ മഹത്വമുള്ള ഭുജം ഇറങ്ങി വരൂ. സോ റാംസി ജന ഹസ്മദി ആംഥോറമസി. മോശയുടെ കണ്ണ് കാണുന്നത് തൊട്ടുമുമ്പ് അവൻ കണ്ട മിസ്രൈമ്യ സൈന്യത്തെ നോക്കുന്നവനായ ദൈവത്തെയാ. ഓ, എന്നാ വിഷയമാതല്ലേ. മോശയുടെ കണ്ണ് കാണുന്നു. യഹോവ ആരെ നോക്കുന്നു? ഓ, നീ നോക്കി തളരണ്ടെന്നേ.
നീ നോക്കി ഭയപ്പെടണ്ടെന്നേ. അവനെ തകർത്ത് കളയാൻ കഴിയുന്ന നോട്ടമുള്ളവൻ. അവന്റെ കണ്ണുകൾ ശത്രുവിന്റെ മേൽ. എന്തിനാ നോക്കിയെന്നറിയാമോ? അവിടെ ആ വാക്യം ഒന്ന് വായിച്ചേ. യഹോവ അഗ്നിമേഘ മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. ഓ, അവൻ നോക്കുന്നത് മാത്രമല്ല, മോശ കണ്ടത് ആ നോട്ടത്തിൽ ശത്രു സൈന്യം താറുമാറായി. ആമേൻ. ആ വാക്യം ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. പ്രഭാതയാമത്തിൽ യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കി മിസ്രൈമ്യ സൈന്യത്തെ താറുമാറാക്കി. അടുത്തത് അവരുടെ രഥചക്രങ്ങളെ തെറ്റിച്ച് താറുമാറാക്കി, രഥചക്രങ്ങളെ തെറ്റിച്ച് ഓട്ടം പ്രയാസമാക്കി. അടുത്തത് അതുകൊണ്ട് മിസ്രൈമ്യർ നാം ഇസ്രായേലിനെ വിട്ട് ഓടിപ്പോകാം. മതി. താറുമാറാക്കി, രഥചക്രങ്ങളെ തെറ്റിച്ചു, ഓട്ടം എന്ത് ചെയ്തു? പ്രയാസമാക്കി. മറ്റൊരു ഭാഗത്ത് എതിരിക്കുന്നവന്റെ കുതിരകളെ അവൻ ചെങ്കടലിൽ എന്ത് ചെയ്തു? തള്ളിയിട്ട് മുക്കിക്കളഞ്ഞു. ദൈവം തമ്പുരാൻ നോക്കിയാൽ നമുക്ക് നേരെ നിൽക്കാൻ കഴിയുന്ന ഒരു ശത്രു ഇവിടെ ഇല്ല. ദൈവം ശത്രുവിനെ മാത്രമാണോ നോക്കുന്നേ? നമ്മെയും എന്ത് ചെയ്യും? നമ്മെയും നോക്കും. ഈ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ കാലഘട്ടത്തിൽ അവരോട് പൊരുതിയ അനവധി ശക്തികളുണ്ടെങ്കിൽ ഒരു ശക്തിയുണ്ട്, മിദ്യാന ശക്തി. ആരാണ്? മിദ്യാനിയർ. അവരുടെ സ്വഭാവം, ഇസ്രായേൽ മക്കൾ കിളച്ച് നിലം ഒരുക്കി വിത്ത് വിതച്ച് അതിൻ്റെ ഫലമെടുക്കാൻ സമയമാകുമ്പോൾ ഇസ്രായേലിനെ വിരട്ടി ഒതുക്കി ഇവർ അതിനെ നശിപ്പിച്ച് കളയും, അപകരിക്കും. ഇങ്ങനെ 7.5 വർഷക്കാലം അവരോട് പോരാടി. ഒരിക്കൽ ഒരു ചെറുപ്പക്കാരനെ നമുക്ക് കാണാൻ കഴിയും. അവൻ ഗോതമ്പ് മെതിച്ച് ഗോതമ്പ കളത്തിൽ നിന്ന് അറുത്തെടുത്ത് മുന്തിരിച്ചക്കിൻ്റെ അരികെ വെച്ച് എന്ത് ചെയ്യുകയാം? മെതിക്കുകയായിരുന്നു. ഗോതമ്പ് നന്മയെ കാണിക്കുന്നു. പഴയ നിയമത്തിലെ മുന്തിരിച്ചക്ക് കാൽവറി ക്രൂശിന് നിഴലാണ്. പ്രൈസ് ഗോഡ്. ഭക്തൻ തനിക്ക് കൈകളിൽ ലഭിച്ച കറ്റയുമായി മുന്തിരിച്ചക്കിൻ്റെ അരികിൽ മെതിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി. ആ ഭാഗം എടുത്തവരാരെങ്കിലും ഉണ്ടോ? അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയേസ്രനായ യോവാഷിന്റെ കരുവേലകത്തിന് കീഴെയിരുന്നു. അവന്റെ മകനായ ഗിദയോൻ ഗോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. ഗോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിന്റെ അരികെ വെച്ച് എന്ത് ചെയ്യുകയാ? മെതിക്കുകയായിരുന്നു. ഗോതമ്പും മുന്തിരിച്ചക്കുമായി നാം ചിന്തിച്ചാൽ യാതൊരു ബന്ധവും ഇല്ല. ഗോതമ്പ് മെതിക്കുന്നത് ഗോതമ്പ് കളത്തിലാണ്. മുന്തിരിച്ചക്കിൽ വരേണ്ടത് മുന്തിരിപ്പഴമാണ്. എന്നാൽ ഗോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് ക്രൈസ്തലോ മുന്തിരിച്ചക്കിന്റെ അരികിൽ കൊണ്ടുവരികയാണ്.
ഇന്ന് രാത്രി ദൈവവൈതലേ, എനിക്ക് നിനക്ക് ജയം ക്രൂശിന്റെ ചുവട്ടിലാണ്. ശത്രുവിനെ ആയുധവർക്കം വെപ്പിച്ചത് ക്രൂശിന്റെ ചുവട്ടിലാ. അവനെ പരസ്യ കാഴ്ചയാക്കിയത് ക്രൂശിന്റെ ചുവട്ടിലാ. അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയത് ക്രൂശിന്റെ ചുവട്ടിലാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാനൊരു ദൂത് കൈമാറുന്നു. ഈ സഭയിലെ പ്രിയ യൂത്തിനെ ദൈവാത്മാവ് മുന്തിരിച്ചക്കിനോട് അടുപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. അടുത്ത വാക്ക് ശ്രദ്ധിച്ചോ. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു. അടുത്തത് ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അടുത്തത് അപ്പോൾ യഹോവ അവനെ നോക്കി. മതി. അപ്പോൾ യഹോവ അവനെ നോക്കി. നോക്കിയത് എന്തിനാ? ഇവൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനാണോ? ഗിദെയോനെ യഹോവ നിന്നോട് കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ കുറച്ച് കാര്യങ്ങൾ എന്താ ചോദിച്ചു. യഹോവ ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഇതൊക്കെ ഭവിക്കുന്നത് എന്തിനാ? മിസ്രൈമിൽ നിന്ന് ഞങ്ങളുടെ പിതാക്കന്മാരെ വിളിച്ചു വരുത്തിയ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും എവിടെ? അതല്ലേ ചോദ്യം. ഒന്നും കൂടെ അവിടെ നിന്ന് വായിച്ചേ. യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് നിർത്തി ഒന്ന് വായിച്ചോ. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെയുണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? നമ്പർ 1 അവൻ ചോദിക്കുന്നു, യഹോവ ഞങ്ങളോട് കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത്? ഏതൊക്കെ? അതിന്റെ തലേ അധ്യായങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കറിയാൻ കഴിയും. അടുത്തതാണ്, യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവന്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? അവന്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ എവിടെ? ഒന്ന്, ഞങ്ങൾക്ക് ദൈവം കൂടെയുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നത് എന്ത്? 2, ഞങ്ങളെയും ഞങ്ങളുടെ പിതാക്കന്മാരെയും മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നവന്റെ അത്ഭുതം ഇപ്പോൾ എവിടെ? അടുത്തതാ, ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച്. അടുത്ത വാക്ക്, ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ച് മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഇപ്പോൾ അവനെ ചിന്തിക്കുന്ന ചിന്ത, അവൻ ദൈവം കൂടെയുണ്ടെങ്കിൽ ഇതൊക്കെ എന്താ സംഭവിക്കുന്നേ? ഞങ്ങളെ ഞങ്ങളുടെ പിതാക്കന്മാരെയും മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ദൈവത്തിന്റെ അത്ഭുതങ്ങൾ എവിടെ? ഇപ്പോൾ അവന്റെ ചിന്ത, ദൈവം ഞങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ഉപേക്ഷിച്ചിരിക്കുന്നു. അടുത്തതാ, മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവം ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, ഞങ്ങളെ മിദ്യാന്യരുടെ കയ്യിൽ എന്ത് ചെയ്തിരിക്കുന്നു? ഏൽപ്പിച്ചിരിക്കുന്നു. ഈ വിധ ചോദ്യങ്ങൾക്കും ചിന്തകൾക്കും മറുപടി പറയാനാണോ ദൈവം അവനെ നോക്കിയത്? അല്ല. അവിടെ വായിക്കുന്ന, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ഈ ബലത്തോടെ പോക, നിന്റെ ഈ ബലത്തോടെ നീ പോക. യഹോവ അവനെ നോക്കിയിട്ട് ചോദ്യങ്ങൾ പലതിനാൽ വലഞ്ഞു നിൽക്കുന്ന ഗിദെയോന്റെ മേൽ ഒരു വലിയ ബലത്തെ പകരുകയാണ്. ഇന്ന് രാത്രി നിരവധി ചിന്താഭാരങ്ങൾ ചോദ്യങ്ങളുമായി ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവവൈതലേ, നിന്റെ ബലഹീന ചോദ്യങ്ങൾക്ക് മറുപടിയല്ല ഇന്ന് രാത്രി യഹോവയുടെ ദൃഷ്ടി നിന്റെ മേൽ വെച്ച് ദൈവം നിന്റെ മേൽ ഒരു ബലത്തെ പകരാൻ പോകുകയാ. ദൈവം നിന്റെ മേൽ ഒരു അഭിഷേകത്തെ. ഇന്ന് രാത്രി ഈ ദൈവജനത്തോടൊരു ചോദ്യം ദൈവാത്മാവ് ചോദിക്കുന്നു. നമ്മുടെ മാനുഷിക ചോദ്യങ്ങൾക്ക് ഉത്തരമാണോ നമുക്ക് ആവശ്യം, അതോ ദൈവത്തിൻ്റെ ശക്തിയാണോ? ആമേൻ. ഹല്ലേലൂയ.
ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ശക്തി. ഓ റബശകലബ, ദൈവത്താലുള്ളൊരു ബലം. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. പറ, കരമുയർത്തി പറ, കർത്താവേ അവിടുത്തെ ബലം എൻ്റെ മേൽ പകരണമേ, അവിടുത്തെ ബലം എൻ്റെ മേൽ പകരണമേ, അവിടുത്തെ ബലം എൻ്റെ മേൽ പകരണമേ. 81-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ. ഹല്ലേലൂയ. 46-ാം സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നു, ആമേ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു തിരുവെഴുത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ എൻ്റെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, യഹോവ എനിക്ക് ഉത്തരമരുളി, എൻ്റെ ഉള്ളിൽ ബലം നൽകിയിരിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവം തന്റെ ജനത്തിന്റെ മേൽ പകരുന്ന ബലത്തിനായി, ശക്തിക്കായി, അഭിഷേകത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ഇവിടെ യഹോവ മിസ്രൈമ്യരെ എന്ത് ചെയ്തു? നോക്കി താറുമാറാക്കി. ഇവിടെ യഹോവ ഗിദയോനെ നോക്കി ബലം പകർന്നു. എത്ര ആഴത്തിലെ ചിന്ത ഇത്. രണ്ടും ആമേൻ, രണ്ട് കാലങ്ങളിൽ നടന്നതാണ്. ആണോ? യെസ്. എന്നാൽ ശത്രുവിനെ നോക്കി തകർത്ത ഒരു കാലം, ഭക്തനെ നോക്കി ബലപ്പെടുത്തിയ ഒരു കാലം, ഇത് രണ്ട് കാലങ്ങളിൽ നടന്ന കാര്യമാണെങ്കിൽ ഇന്ന് രാത്രി, ഇത് ഈ രാത്രി ഇത് രണ്ടും നടക്കാൻ പോകുകയാണ്. ശത്രുവിനെ താറുമാറാക്കുന്ന രാത്രി, ഭക്തന് ബലം നൽകുന്ന രാത്രി, ദുഷ്ടനെ തകർക്കുന്ന രാത്രി, ഭക്തന്റെ മേൽ ബലം പകരുന്ന രാത്രി. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ശത്രുവിനെ നോക്കി മോശയോട് ദൈവം പറഞ്ഞു, മോശേ, ഞാൻ ഫറവോനിലും അവൻ്റെ സകല സൈന്യത്തിലും രഥങ്ങളിലും കുതിരപ്പടയിലും എൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തും. പിൻപറ്റുന്നതിനെ തകർത്ത മഹത്വം. മുൻപും പിൻപുമുള്ളതിനെ ദൈവം തകർത്തു. പിൻപറ്റുന്ന ഫറവോനെ ദൈവം തകർത്തു. ഇവിടെ അന്ന് രാത്രി മുഴുവനും യഹോവ ശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ചെങ്കടലിനെ എന്ത് ചെയ്തു? ശാസിച്ചെന്ന. മിസ്രൈമ്യരോട് ബന്ധത്തിൽ വായിക്കുന്നു, യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്നവരെ നോക്കിയെന്ന. ഈ മോശ ആത്മാവിൽ കണ്ടതാണ് ദൈവം നോക്കുന്നത്. മോശയും അഹരോനും മിരിയാമും കൂടെ വന്ന കാലേബ്, യോശുവ ശേഷമുള്ള സർവ്വജനവും കണ്ടത് ഒരു കിഴക്കൻ കാറ്റ്. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇതിനെ ആത്മാവിൽ കണ്ടത്. കാലങ്ങൾക്ക് മുൻപ് നടന്ന കാര്യം ആത്മാവിൽ, കാലങ്ങൾ ചിലത് കഴിഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരൻ കണ്ടത് ചെങ്കടലിൽ കാറ്റടിച്ചതല്ല. ഒന്ന് വായിക്കാം സങ്കീർത്തന ഭാഗം 106 സങ്കീർത്തനം 8-ാം വാക്യം. എത്രയാ? 9-ാം വാക്യമാണോ? ഒന്ന് നോക്കിക്കേ. 8-9. എന്നിട്ടും അവൻ തന്റെ മഹാശക്തി വെളിപ്പെടേണ്ടതിന് തന്റെ നാമം നിമിത്തം അവരെ രക്ഷിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ചു. അവൻ ചെങ്കടലിനെ
ശാസിച്ചു. അത് ഉണങ്ങിപ്പോയി. അതെന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. ഇവിടെ മോശയുടെ കാലത്ത് അവർ കണ്ടത് കാറ്റടിപ്പിച്ചെന്ന. കാറ്റടിച്ചു ചെങ്കടൽ എന്ത് ചെയ്തെന്നാ? വിഭാഗിക്കപ്പെട്ട് ഉണങ്ങിപ്പോയെന്ന. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ കണ്ടത് കാറ്റടിച്ചതല്ല, പിന്നെ യഹോവ ശാസിച്ചു. സ്തോത്രം ചെയ്യാമോ? ദൈവ മഹത്വം ചിലതിനെ ശാസിക്കാൻ പോകുകയാ. സ്തോത്രം ചെയ്യാമോ? നമുക്ക് മുൻപിൽ നിൽക്കുന്ന ചിലതിനെ, നമുക്ക് പിൻപിൽ നിൽക്കുന്ന ചിലതിനെ ഈ രാത്രി മഹാദൈവം ശാസിക്കുന്ന രാത്രിയാ. വിശ്വസിക്കാമോ? ദൈവം ചിലതിനെ ശാസിക്കാൻ പോകുകയാ. ദൈവം ചിലതിനെ ശാസിക്കാൻ പോകുകയാ. ഓ ജീസസ്. 74 സങ്കീർത്തനത്തിന്റെ 13 ഒന്ന് വായിച്ചേ. 74 സങ്കീർത്തനത്തിന്റെ 13. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു, വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ഇവിടെ ദൈവം തന്റെ ശക്തി പ്രകടനം വെളിപ്പെടുത്തി. ഒന്നുകൂടെ ഞാൻ വ്യക്തമാക്കാം. മോശയും യോശുവയും അഹരോനും ഒക്കെ കണ്ടത് കാറ്റടിച്ചതാ. സങ്കീർത്തനക്കാരൻ ആ കാലത്തെ ആത്മാവിൽ വിവേചിച്ചപ്പോൾ കണ്ടത് ദൈവം ചെങ്കടലിനെ എന്ത് ചെയ്യുന്നു? ശാസിക്കുന്നു. അടുത്ത സങ്കീർത്തനക്കാരന് വെളിപ്പെട്ട മറ്റൊരു വെളിപ്പാട് അവിടെ ദൈവശക്തി വ്യാപരിച്ചെന്ന. ഇന്ന് രാത്രി ചിലതിനെ ശാസിക്കേണ്ടവന് ദൈവശക്തി വ്യാപരിക്കുകയാണ്. ചില മണ്ഡലത്തെ ശാസിക്കേണ്ടവന്, ചില പോരാട്ടത്തെ ശാസിക്കേണ്ടവന് ദൈവശക്തി. ഘടകൽക്കരാധന ധിരവന കഥനമസ്യ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം ശാസിച്ചതും ദൈവശക്തി വെളിപ്പെട്ടതും ഇവിടെ ഭക്തന്മാർ ആത്മാവിലാ കണ്ടത്. ആത്മാവിലാണ് കണ്ടത്. യഹോവ അഗ്നിമേഘ സ്തംഭത്തിൽ നിന്ന് മിസ്രൈമ്യ സൈന്യത്തെ നോക്കുന്നത് മോശെ ആത്മാവിലാ കണ്ടത്. ഇന്ന് രാത്രി അകം കണ്ട് തുറന്ന് കാണുന്നത് ദൈവത്തിന്റെ മഹത്വം ഈ രാത്രി വെളിപ്പെടുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് വരാം. അതിന്റെ 63-ാം അധ്യായം എടുക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 63-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഒന്ന് വായിച്ചേ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാക്കേണ്ടതിന് അവരുടെ മുൻപിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ കൂടി നടത്തുകയും ചെയ്തവൻ എവിടെ? ആമേൻ. ഇവിടെ ഈ കാര്യം യെശയ്യാ പ്രവാചകനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? അവൻ ആത്മാവിൽ കണ്ടതായി രേഖപ്പെടുത്തിയത്. എന്താ യെശയ്യാവ് ആത്മാവിൽ കണ്ടത്? മഹത്വമുള്ള ഭുജം. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി. മതി. ഇത് ആര് പോലും എഴുതിയില്ല. മോശ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്തില്ല? എഴുതാൻ കഴിഞ്ഞില്ല. മോശയുടെ മേൽ യഹോവയുടെ മഹത്വമുള്ള ഭുജം ഇറങ്ങി വന്നത് ആരാ എഴുതി വെക്കുന്നേ? യെശയ്യാവ. സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. എന്നാ വെളിപ്പാടാത്! ആത്മാവിൽ യെശയ്യാവ് കാണുന്നു മോശയുടെ കൈ വടി കടലിലേക്ക് നീട്ടിയപ്പോൾ
ഉയരത്തിൽ നിന്നൊരു മഹത്വമുള്ള കരം ചിലരുടെ മേൽ നാം കൈവയ്ക്കുമ്പോൾ, ചില വിഷയത്തിന്റെ നേരെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടേക്ക് ഇറങ്ങി വരുന്ന മഹത്വമുള്ള ഒരു കരം, ഒരു മഹത്വമുള്ള പൂജ, അതിന്ന് രാത്രി കാണുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ. ദൈവദാസന്മാർ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ചിലരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നൊരു വാചകം ഞാൻ ഓർക്കാറുണ്ട്. കർത്താവേ, ഞങ്ങളുടെ ബലഹീന കരം ഈ പ്രിയ സഹോദരൻ്റെ മേൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ മഹത്വമുള്ള കരം അവിടെ നിറങ്ങി വന്ന് തൊടണം. ഇന്ന് രാത്രിയും നമുക്ക് വേണ്ടി അവൻ്റെ മഹത്വമുള്ള കരം ഇറങ്ങി വരുമെന്ന് ഉറപ്പുള്ളവർ ആ കരമൊന്ന് ഉയർത്തി സ്തോത്രം ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചേ, നാം കണ്ടത് ഒന്ന്, ജനം നേരിട്ട് കണ്ട കാഴ്ച ഒരു കിഴക്കൻ കാറ്റ് അടിക്കുന്നു. മോശ ആത്മാവിൽ കണ്ടത് യഹോവ നിന്ന് നോക്കുന്നു. സങ്കീർത്തനക്കാരൻ ആത്മാവിൽ കണ്ടത് അതൊരു കേവലം കിഴക്കൻ കാറ്റല്ല, ദൈവം ചെങ്കടലിനെ. മോശ അതേ സങ്കീർത്തനക്കാരൻ ആത്മാവിൽ കണ്ടത് അവിടെ ദൈവശക്തിയുടെ പ്രദർശനം വെളിപ്പെടുകയായിരുന്ന. യെശയ്യാവ് ആത്മാവിൽ കണ്ടത് യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. ചെങ്കടലിനെ മാത്രമാണോ വിഭാഗിച്ചേ? ചെങ്കടലിനെ വിഭാഗിച്ചു, ചെങ്കടലിനെ ശാസിച്ചു, ചെങ്കടലിന്റെ മേൽ ശക്തി പകർന്നു. എന്നാൽ മിസ്രൈമ്യരെ ദൈവം എന്ത് ചെയ്തെന്നാ? നോക്കിത്താറുമാറാക്കി. മോശ ആത്മാവിൽ കണ്ടത് അഗ്നിമേഘസ്തംഭത്തിൽ നിന്നുകൊണ്ട് യഹോവ മിസ്രൈമ്യരെ നോക്കി താറുമാറാക്കി. എന്നാൽ മിസ്രൈമ്യരോട് ബന്ധത്തിൽ യെശയ്യാവ് കണ്ടൊരു കാഴ്ചയുണ്ട്. എന്താ യെശയ്യാവ് കണ്ടതെന്നറിയാമോ? യെശയ്യാവ് 51:9-10 കൂടെ ഒന്ന് വായിച്ചേ. 51:9-10. അതുകൊണ്ട് 51:9-10. യെശയ്യാവ് 51. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, Yes. ശക്തി ധരിച്ചുകൊള്ളുക, പൂർവകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലയോ? മതി. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞത് നീയല്ലോ. ഇനി ഈ കാര്യം എന്ന് നടന്നെന്ന് നിങ്ങൾ വ്യക്തമാക്കേണ്ടതിന് അടുത്ത വാക്യം കൂടെ ഒന്ന് വായിക്കണം. അടുത്തത്, സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? മതി. അപ്പൊ ഇതെന്നും നടന്ന കാര്യമാ? ചെങ്കടലിൽ മോശയുടെ ആ കാലഘട്ടം നടന്ന സംഭവമാണല്ലേ? അവിടെ വായിക്കുന്നു, രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞവൻ നീയല്ലയോ? മോശ എഴുതി അവൻ അഗ്നിമേഘസ്തംഭത്തിൽ നിന്ന് നോക്കി താറുമാറാക്കി. യെശയ്യാവ് കണ്ടത് യഹോവ നോക്കി നിൽക്കുന്നതല്ല, അവൻ രഹബെന്ന മിസ്രൈമ്യരെ വെട്ടുക, അവൻ വെട്ടുകയാണ്. മോശ കണ്ടത് യഹോവ എന്ത് ചെയ്യുന്നു? യെശയ്യാവ് കണ്ടതോ? രഹബിനെ വെട്ടി. രഹബ് എന്ന് പറയുന്നത് മിസ്രൈമ്യരുടെ ഫറവോന്റെ മറ്റൊരു പേരാണ് രഹബ്. പ്രൈസ് ദി ലോർഡ്. ആ ഫറവോനെ മിസ്രൈമ്യനെ യഹോവ എന്ത് ചെയ്തു?
ഓ ജീസസ്, ഇന്ന് രാത്രി വിശ്വസിക്കുന്നുവോ? രഗബിനെ വെട്ടിയവനെ നോക്കി, മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞവനെ നോക്കി യെശയ്യാവ് പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി ഓ നിന്റെ ഭുജത്തെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവ് പറയുന്നു, മോശയുടെ കാലത്ത് രഹബിനെ വെട്ടിയവൻ PMG സഭയുടെ ഈ 21 ദിവസത്തെ ഉപവാസത്തിൽ ചെറുവിനെ വെട്ടാൻ, ചെറുവിനെ വെട്ടാൻ, ചെറുവിനെ തകർക്കാൻ ഭൂടബാല ഭാരകാല ധീരകത്വ വേജകെട്ടി ആദിതാരം അർഗതച്ച ധാരകാല ചൂടകെട്ടി വേദധാരം വന്മനത്ത ജുന്മനത്ത ജാലകണ്ഡ ചൂടകണ്ഡം അർബരച്ച വേദകെട്ടി വാദജാല ധൂടഭാര ഘടകബലഘടകതലകൾ ഘടകമനഘടകൽക്കര പണ്ടത്തെ തലമുറയിൽ മോശയുടെ കാലത്ത് തന്റെ ജനത്തെ പിന്തുടർന്നതായ ശത്രുവിനെ വെട്ടിയ ദൈവത്തിന്റെ ഭുജം ഈ തലമുറയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിന് വിരോധമായി പിൻപറ്റുന്ന ചില പൈശാചിക മണ്ഡലങ്ങളെ ഈ ദൈവം വെട്ടുന്ന രാത്രിയോട് Glory, glory, glory. Jesus. Oh, Pabala Babala, Pabala Gadala, Hudala Badala, Ribala Gadaga, Regada Gada. ഈ രാത്രി ദൈവമകത്ത് ചെലവിനെ വെട്ടട്ട, ദൈവമകത്ത് ചെലവിനെ വെട്ടട്ട, ദൈവമകത്ത് ചിലവിനെ താറുമാറാകട്ട, ദൈവമകത്ത് ശത്രുവിനെ ചീതറിക്കട്ടെ. Oh, glory. പ്രിയ ദൈവജനമേ, ഈ രാത്രി പരിശുദ്ധാത്മാവ് കൈമാറുന്ന ദൂത വെളിപ്പെടുന്ന മഹത്വം നിനക്ക് മുൻപിൽ നിൽക്കുന്നതിനെ ശാസിക്കും, അതിനവൻ്റെ ശക്തി വെളിപ്പെടുത്തും, അതിനവൻ്റെ മഹത്വമുള്ള ഭുജം ഇറങ്ങി വരും. ദൈവം ഇതിലെ നിനക്ക് പിൻപിൽ പിൻപറ്റുന്നതിനെ അവൻ നോക്കും, അവൻ നോക്കി അതിനെ വെട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ജീസസ്. ഉഡരമന കതലമന 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 തുരമന റികലബ സുനാഥരാജന. ഒന്നുകൂടെ അതിനകത്ത് ചില ചിന്തകൾ കൈമാറാൻ ആത്മാവനിക്ക് കൈമാറുന്നു. പിന്തുടർന്ന ശക്തിയെ ദൈവം വെട്ടും, നീ അതിനെ ജയിക്കും. ഒരിക്കൽ അബ്രഹാമിനെ പിന്തുടർന്നത്, അബ്രഹാമിന്റെ മേൽ ജയിച്ചത്, അബ്രഹാമിന്റെ മേൽ പോരാടിയത് തൻ്റെ മകനായ ഇസഹാക്കിനെ പിന്തുടർന്നു. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 1-ാം വാക്യം വായിച്ച താഴോട്ട്. ഉൽപ്പത്തി 26. അബ്രഹാമിന്റെ കാലത്തുണ്ടായ മുൻപിലത്തെ ക്ഷാമം കൂടാതെ പിന്നെയും ആ ദേശത്തൊരു ക്ഷാമമുണ്ടായി.
അപ്പോൾ ഇസഹാക്ക് ഗെരാരിൽ ഫെലിസ്ത്യരുടെ രാജാവായ അബീമലേക്കിന്റെ അടുക്കൽ പോയി. യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തത് എന്തെന്നാൽ, നീ മിസ്രൈമിലേക്ക് പോകരുത്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്ക. മതി. അടുത്തത്, ഈ ദേശത്ത് താമസിക്ക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. മതി. ഇവിടെ എൻ്റെ സമയമായതുകൊണ്ട് നിർത്തുകയാണ് ഞാൻ. 4 പോയിന്റാണ് ചിന്തിക്കാനായിട്ട് എനിക്ക് ഉള്ളിലുണ്ടായിരുന്നെന്നാൽ ഒന്നിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയതേ ഉള്ളൂ. ഇവിടെ അബ്രഹാമിൻ്റെ കാലത്തുണ്ടായ ഒരു ക്ഷാമം ആരുടെ കാലത്ത് വന്നു? ഇസഹാക്കിൻ്റെ കാലത്ത്. അബ്രഹാമിൻ്റെ കാലത്ത് വന്നപ്പോൾ അബ്രഹാം എവിടേക്ക് പോയി? മിസ്രൈമിലേക്ക് പോയി. ആ മിസ്രൈമിൽ പോയതിൻ്റെ വേദനയാണ് ഇപ്പോഴും നമ്മുടെ ഇന്ത്യ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആണോ? യെസ്. മിസ്രൈമിൽ പോയപ്പോൾ ഒരു മിസ്രൈമ്യ ദാസി അവൻ്റെ കൂടാരത്തിലെത്തി. അതിൻ്റെ പരിണിത ഫലമാണ് ലോകം ഇന്ന് കാണുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അതേ ക്ഷാമം ആരുടെ കാലത്ത്? ഇസഹാക്കിൻ്റെ കാലത്ത് വന്നപ്പോൾ അവനും മനസ്സുകൊണ്ട് ചിന്തിച്ച് എവിടേക്ക് പോകാം? യഹോവ പ്രത്യക്ഷപ്പെട്ട അവനോട് പറഞ്ഞ, നീ ഇസഹാക്കെ, നീ എവിടെ പോകരുത്? മിസ്രൈമിലേക്ക് പോകരുത്, നീ ഗെരാർ വിട്ട് പോകരുത്, ഗെരാറിൽ പാർക്ക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് എന്ത് ചെയ്യും? എന്നെ ഗ്രഹിക്കും. ദൈവവേദലേ ഇസഹാക്ക് ദൈവാലോചനയിൽ മുറുകെ പിടിച്ചു. ദൈവശബ്ദത്തിൽ അവിടെ ഉറച്ചു നിന്നു. അപ്പൻ്റെ നേരെ എഴുന്നേറ്റത് തനിക്ക് നേരെ തല ഉയർത്തിയപ്പോൾ ദൈവശബ്ദത്താൽ, ദൈവാലോചനയാൽ അതിനെ ജയിപ്പാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ദൈവത്തിൻ്റെ ശബ്ദത്താൽ, ദൈവത്തിൻ്റെ അരുളപ്പാടിനാൽ നമ്മുടെ പിതാക്കന്മാരോട് പോരാടിയ ശക്തിയെ നമുക്ക് ജയം പ്രാപിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ഇസഹാക്ക് ആ ദേശത്ത് പാർത്തു, ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മേനി കൊയ്തു. അവൻ ആ ദേശത്ത് മാനിക്കപ്പെടുവാനിടയായി. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ വന്നിരിക്കുന്ന ദൈവജനത്തോട് പറയുകയാ, അവൻ നമുക്ക് പിൻപിൽ, നമുക്ക് പുറകിൽ നമ്മെ പിൻപറ്റുന്ന ശത്രുവിൻ്റെ മേൽ നമുക്കൊരു ജയമുണ്ട്. ഇവിടെ ഇതാ ഇസ്രായേലിനെ പിൻപറ്റിയ ശത്രുവിനെ നോക്കി യഹോവ പറഞ്ഞു, ഞാൻ എൻ്റെ മഹത്വം ഫറവോനിലും അവൻ്റെ സൈന്യത്തിലും അവൻ്റെ രഥങ്ങളിലും വെളിപ്പെടും. അവൻ ഒരു പോയിന്റ് കൂടെ പറയാം, പ്രാർത്ഥിക്കുന്നവൻ ജയിക്കും. ഒന്ന്, ആലോചന, ദൈവശബ്ദം കേട്ടവൻ ആമേൻ പിതാക്കന്മാരോട് പോരാടി ശക്തിയെ ജയിച്ചു. 2, പ്രാർത്ഥിക്കുന്നവൻ ഒരു ശത്രുവിനെ ജയിക്കുവാനിടയായി. പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടച്ചു. യോഹന്നാന്റെ സഹോദരനായ യാക്കോവിനെ വാള് കൊണ്ട് കൊന്നു. ആ വാള് അടുത്ത ഉറയിൽ രക്തദാഹിയായി കാത്തിരിക്കുന്നു, പത്രോസിന്റെ കഴുത്തറുത്തു മാറ്റുവാൻ. എന്ന രാത്രിയിലെ പ്രാർത്ഥന ആമേൻ യാക്കോബിന്റെ മേൽ വീണ വാളിനെ തട്ടി അകറ്റുവാനിടയായി തീർന്നു. ഇന്ന് രാത്രി ഞാൻ പറയാം, നമ്മുടെ കുടുംബത്തിലെ മുൻതലമുറയുടെ മേൽ ദൃഷ്ടി വെച്ച ചിലരുടെ ആയുസ്സിനെ തുടച്ചു നീക്കിയ ചില വാള് നിന്റെ മേൽ ജയിക്കാതെ വണ്ണം ഈ ഉപവാസ പ്രാർത്ഥന ചിലവരെ പരിശുദ്ധാത്മാവ് തട്ടിയകറ്റുന്നത് നമുക്ക് ആത്മാവിൽ കാണാം. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ഞാൻ ചില മിനിറ്റിനകത്ത് ഇരിക്കാൻ പോകുകയാം. ഈ ദൂതേറ്റെടുത്തോളണം. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പത്രോസിനെ പിടിച്ച കാര്യം എഴുതപ്പെടുത്തിയിരിക്കുന്ന അധ്യായത്തിലെ ഈ ഭാഗം. അടുത്ത ഈ വാളിൻ്റെ ലക്ഷ്യം ആരുടെ മേലാം? പത്രോസിൻ്റെ മേലാം. ഇന്ന് രാത്രി പറയാം, ആ വാളിനെ തട്ടി അകറ്റിയത് ആമേൻ പത്രോസിനെ വിടിവിപ്പാൻ അവിടെ കയറി വന്ന മാനുഷിക സഹായമല്ല, അന്ന് രാത്രി ഉയർന്ന പ്രാർത്ഥനയുടെ ശക്തിയാണ്. ഈ രാത്രി ശ്രദ്ധിക്കുക, നമ്മുടെ
കുടുംബത്തിലെ മുൻ തലമുറകളെ വിവിധമായ നിലയിൽ വെട്ടി മാറ്റിക്കളഞ്ഞ, ആയുസ്സിനെ തുടച്ചു നീക്കിക്കളഞ്ഞ, പാരമ്പര്യമായി നിൽക്കുന്ന ചില വാളിന്റെ മൂർച്ചയിൽ നിന്ന് അവൻ എന്നെയും നിന്നെയും വിടുവിക്കേണ്ടവന് അവനെ തട്ടിയകറ്റുന്ന ഒരു പ്രാർത്ഥന ഈ സഭയ്ക്കകത്ത് ഈ ദിവസങ്ങൾ ഉയരുമെങ്കിൽ ചില വാളിന് ഇരയായി തീരാൻ സാത്താൻ ഓങ്ങി വെച്ച ചിലവിനെ ദൈവം വിടുവിച്ച് പുറത്തെടുക്കുകയാ. കൂടബാല ബാല 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 ധീരബാല ബാല 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 ദൂടബാല ബാല ബാല ധീരജാല ബാല ബാല. ഹല്ലേലൂയ ജീസസ്. നാം ആയിരിക്കുന്ന ആ സ്ഥാനങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. യഹോവയുടെ ആത്മാവ് ഇന്ന് രാത്രി നമുക്ക് നൽകിയ കുറിവാക്യം, യഹോവയുടെ മഹത്വം വെളിപ്പെടും. സകല ജഡവും ഒരുപോലെ അതിനെ കാണും. യഹോവയുടെ വായല്ലോ. ഇന്ന് രാത്രി 4 ചിന്തകളാണ് പ്രാരംഭത്തിൽ ഓർപ്പിച്ചെങ്കിലും ദൈവാത്മാവ് ഒരു ചിന്തയിൽ ഇന്ന് രാത്രി നമ്മൾ നിർത്തുകയായിരുന്നു. താൻ വിളിച്ചിറക്കിയ തൻ്റെ ജനത്തെ പിൻപറ്റുന്ന സാത്താന്യ ശക്തികളെ അവൻ നോക്കി താറുമാറാക്കുന്നവൻ, അവൻ വെട്ടി ജയമെടുക്കുന്നവൻ, മുൻപിൽ നിൽക്കുന്ന വഴിയടച്ച വ്യാപാരങ്ങളെ അവൻ ശാസിക്കുന്നവൻ, തൻ്റെ ശക്തി വെളിപ്പെടുത്തി തൻ്റെ മഹത്വമുള്ള കരം കൊണ്ട് അതിനെ തകർക്കുന്നവൻ. ആ ദൈവം ഈ രാത്രി ഈ ഹാളിനകത്തിരിക്കുന്ന നമുക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി അവന്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ നമ്മെ മാനിക്കുമെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. നാം ഒന്നിച്ച് പ്രത്യാശയുടെ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നിശ്ചയമായിട്ട് അവന്റെ മഹത്വം ഈ രാത്രി നമുക്ക് വേണ്ടി വെളിപ്പെടും. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ആരാധിച്ച് അവന്റെ പരിശുദ്ധ നാമത്തെ മഹത്വപ്പെടുത്താം. എന്നെ ക്ഷണിച്ച പ്രിയ സഭയ്ക്കും കർത്തൃദാസനും നന്ദി അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടുന്നു. നമുക്ക് ഒരുമനപ്പെട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, നല്ല രക്ഷകൻ തൻ നാമം വാഴ്ത്തി പാടും ഞാൻ. യേശു നല്ലവൻ, എനിക്കു യേശു നല്ലവൻ, യേശു നല്ലവൻ.